ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന. 76-ാം ദിവസം മിദ്യാന്യരെ നശിപ്പിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 31-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം, 116-ാം സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുന്നു. വിജാതീയ ദേവനെ ആരാധിക്കുന്ന മിദ്യാന്യർ മൂലം വിഗ്രഹാരാധനയും വ്യഭിചാരവും ഇസ്രായേൽ പാളയത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിച്ച മോവാബ്യരെയും മിദ്യാന്യരെയും കൊന്നൊടുക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ജീവിതം നന്മ നിറഞ്ഞതാകാനുള്ള പരമപ്രധാനമായി വഴി ദൈവത്തെ തിരഞ്ഞെടുക്കുക, അതുവഴി സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും വളരുക എന്നതാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 31-ാം അധ്യായം മിദ്യാനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരുടെ പ്രതികാരം മിദ്യാൻകാരുടെ മേൽ നീ നടപ്പിലാക്കുക. അതിനുശേഷം നീ നിന്റെ ജനങ്ങളോട് ചേരും. മോശ ജനത്തോട് പ്രകാരം പ്രസ്താവിച്ചു: നിങ്ങളിൽ നിന്ന് ആളുകളെ സൈന്യത്തിനായി സജ്ജരാക്കുകയും മിദ്യാനിൽ കർത്താവിൻ്റെ പ്രതികാരം വർഷിക്കാൻ അവർ മിദ്യാൻകാർക്കെതിരെ ഒരുങ്ങട്ടെ. ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം വേണ്ടി ഓരോ ഗോത്രത്തിനും 1000 പേരെ വീതം നിങ്ങൾ യുദ്ധത്തിന് അയക്കണം. അങ്ങനെ ഇസ്രായേൽ സഹസ്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് 1000 പേർ വീതം നിർണയിക്കപ്പെട്ടു. യുദ്ധസജ്ജരായവർ 12,000 പേർ ആയിരുന്നു. ഓരോ ഗോത്രത്തിന് 1000 പേർ വീതമുള്ള സൈന്യമായി മോശ അവരെയും കയ്യിൽ വിശുദ്ധ സ്ഥലത്തിലെ ഉപകരണങ്ങളും ഭേരിക്കാനുള്ള കാഹളങ്ങളുമായി പുരോഹിതനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസിനെയും യുദ്ധത്തിനയച്ചു. കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ അവർ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷഗണത്തെയാകെ കൊന്നൊടുക്കി. കൊല്ലപ്പെട്ട മിദ്യാൻകാർക്ക് പുറമെ അവരുടെ രാജാക്കന്മാരെയും, അതായത് ഏവി, റഹം, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദ്യാൻ രാജാക്കന്മാരെയും അവർ വധിച്ചു. ബയോറിൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേല്യർ മിദ്യാൻ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. അവരുടെ മൃഗത്തെയും കന്നുകാലികളെയും സമ്പത്തും പൂർണ്ണമായും കൊള്ളയ ചെയ്തു. അവരുടെ അധിവാസ കേന്ദ്രങ്ങളിലെ എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. സകല കൊള്ള മുതലും മനുഷ്യനിലും മൃഗത്തിലും പെട്ട ഓരോ കവർച്ച വസ്തുവും അവർ എടുത്തു. പിന്നീട് തടവുകാരെയും കവർച്ച വസ്തുവും കൊള്ള മുതലും പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിൻ്റെയും ഇസ്രായേല്യ സമൂഹത്തിൻ്റെയും അടുക്കലേക്ക് ജെറിക്കോയുടെ ജോർദാന് ചേർന്നുള്ള മോവാബ് സമതലങ്ങളിലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതനായ എലയാസറും സമൂഹ നേതാക്കളെല്ലാവരും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് പുറപ്പെട്ടു. യുദ്ധസേനയിൽ നിന്ന് വരികയായിരുന്ന സഹസ്രാധിപന്മാരും ദശാധിപന്മാരുമായ പട്ടാള ഉദ്യോഗസ്ഥരുടെ മേൽ മോശ രോഷം മൂണ്ടു. മോശ അവരോട് പറഞ്ഞു: നിങ്ങൾ സ്ത്രീഗണത്തെ മുഴുവൻ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നുവോ? നോക്കൂ, ഇവരാണ് ബാലാമിൻ്റെ വാക്കുപ്രകാരം പെയോർ വിഷയത്തിൽ കർത്താവിനോട് ഇസ്രായേല്യർ അവിശ്വസ്തത കാട്ടാൻ ഇടയാക്കിയത്. കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടാകുകയും ചെയ്തു. ആകയാൽ ഓരോ ആൺകുഞ്ഞിനെയും ശാരീരിക ബന്ധത്തിൽ പുരുഷനെ അറിഞ്ഞ സ്ത്രീഗണം മുഴുവനെയും നിങ്ങൾ വധിക്കുവിൻ. എന്നാൽ പുരുഷശയ്യ അറിഞ്ഞിട്ടില്ലാത്ത ഓരോ പെൺകുട്ടിയും നിങ്ങൾക്കായി ജീവിച്ചിരിക്കട്ടെ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് തങ്ങണം. ജീവൻ നിഹനിച്ച ആരും കൊല്ലപ്പെട്ടവനെ സ്പർശിച്ച ആരും, നിങ്ങളാകട്ടെ നിങ്ങളുടെ തടവുകാരാകട്ടെ, 3-ാം ദിവസവും 7-ാം ദിവസവും
സ്വയം പാപവിമുക്തരാകണം. വസ്ത്രം, തോലുപകരണം, കമ്പിളി ഉൽപ്പന്നം, തടിയുരുപ്പടി എന്നിവയെല്ലാം നിങ്ങൾ ദോഷമുക്തമാക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന സേനാംഗങ്ങളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമവ്യവസ്ഥ ഇതാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തകരം, ഈയം എന്നിങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്യാവുന്ന സാധനമൊക്കെയും നിങ്ങൾ തീയിലൂടെ കടത്തിവിടണം. അപ്പോൾ അത് ശുദ്ധിയുള്ളതാകും. വിമലീകരണ ജലത്താൽ അത് ദോഷമുക്തമാകണമെന്ന് മാത്രം. അഗ്നിയിൽ സ്ഫുടം ചെയ്യാനാവാത്തതൊക്കെയും നിങ്ങൾ വെള്ളത്തിലൂടെ കടത്തിവിടണം. 7-ാം ദിവസം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിൻ്റെ പിതൃതലവന്മാരും മനുഷ്യനിലും മൃഗത്തിലും നിന്ന് കൊള്ള മുതലായി പിടിച്ചവയുടെ കണക്കെടുക്കുക. യുദ്ധം ചെയ്യാൻ സൈന്യമായി ഇറങ്ങിയവർക്കും സമൂഹം മുഴുവനുമിടയിൽ നീ കൊള്ളവസ്തു തുല്യമായി ഭാഗിക്കണം. സൈന്യമായി ഇറങ്ങിയ പോരാളികളിൽ നിന്ന് കർത്താവിനുള്ള കപ്പമായി മനുഷ്യനിൽ നിന്നും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻപറ്റത്തിൽ നിന്നും 500-ന് 1 വീതം നീ ഈടാക്കണം. അവയ്ക്കുള്ള പകുതിയിൽ നിന്ന് അതെടുത്ത് കർത്താവിൻ്റെ കാണിക്കയായി പുരോഹിതനായ എലയാസറിന് നീ കൊടുക്കണം. ഇസ്രായേലർക്കുള്ള പകുതിയിൽ നിന്ന് മനുഷ്യനിൽ നിന്നും കന്നുകാലിയിൽ നിന്നും കഴുതകളിൽ നിന്നും ആട്ടിൻപറ്റത്തിൽ നിന്നും എല്ലാ മൃഗത്തിൽ നിന്നും 50-ന് 1 വീതം എടുത്ത് അത് കർത്താവിൻ്റെ ആലയത്തിൽ കാത്തുസൂക്ഷിപ്പുകാരായ ലേവായർക്ക് കൊടുക്കണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും പുരോഹിതൻ എലയാസറും പ്രവർത്തിച്ചു. സൈനികർ പിടിച്ചെടുത്ത കവർച്ച വസ്തുവിൻ്റെ അവശേഷിച്ച കൊള്ള മുതലായി ഉണ്ടായിരുന്നത് 6,75,000 ആടും 72,000 കന്നുകാലിയും 61,000 കഴുതകളും മനുഷ്യവ്യക്തികളായി പുരുഷശയ്യ അറിയാത്ത സ്ത്രീകളിൽ നിന്നുള്ള ആകെ 32,000 പേരും ആയിരുന്നു. പകുതിയായിരുന്നു യുദ്ധത്തിന് പോയവരുടെ പങ്ക്. ആടിൻ്റെ എണ്ണം 3,37,500. ആടിൽ നിന്ന് കർത്താവിനുള്ള കപ്പം 675 കാളകൾ 36,000, കർത്താവിനുള്ള അവയുടെ കപ്പം 72. കഴുതകൾ 30,500, കർത്താവിനുള്ള കപ്പം 61. മനുഷ്യവ്യക്തി 10,000, കർത്താവിനുള്ള അവരുടെ കപ്പം 32 പേർ. കർത്താവിൻ്റെ കാണിക്കയായി മോശ പുരോഹിതനായ എലയാസറിന് കപ്പം കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. യുദ്ധം ചെയ്ത ആളുകളിൽ നിന്നുള്ളത് ഇസ്രായേല്യർക്കായി മോശ പകുത്ത പകുതിയിൽ നിന്ന് സമൂഹത്തിൻ്റെ പകുതിയായി ആടുകളിൽ നിന്ന് 3,37,500 ഉണ്ടായിരുന്നു. കന്നുകാലികൾ 36,000, കഴുതകൾ 30,500, മനുഷ്യവ്യക്തികൾ 16,000 ആയിരുന്നു. ഇസ്രായേല്യരുടെ പകുതിയിൽ നിന്ന് മനുഷ്യരിൽ നിന്നും മൃഗത്തിൽ നിന്നും 50-ന് 1 വീതം വസൂലാക്കിയത് മോശയെടുത്ത് കർത്താവിൻ്റെ ആലയത്തിൻ്റെ കാത്തുസൂക്ഷിപ്പുകാരായ ലേവായർക്ക് കൊടുത്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. സൈന്യാധിപന്മാരുടെ കാണിക്ക. പിന്നീട് സൈന്യസഹസ്രങ്ങൾക്ക് ചുമതലക്കാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ പക്കലണഞ്ഞു. അവർ മോശയോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ പക്കലുള്ള യോദ്ധാക്കളുടെ എണ്ണമെടുത്തു. ഞങ്ങളിൽ നിന്ന് ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയ സ്വർണ്ണാഭരണങ്ങളായ തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ കർത്തൃ നൈവേദ്യമായി ഞങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യാൻ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു. മോശയും പുരോഹിതനായ എലയാസറും അവരിൽ നിന്ന് സ്വർണ്ണ നിർമ്മിത ഉരുപ്പടി മുഴുവനും സ്വീകരിച്ചു. സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും അവർ കർത്താവിന് സമർപ്പിച്ച കാണിക്ക സ്വർണമാകെ 16,750 ഷെക്കലായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവനവനു വേണ്ടി കവർന്നിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രങ്ങളുടെയും ശതങ്ങളുടെയും അധിപന്മാരിൽ നിന്ന് സ്വർണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ഇസ്രായേല്യർക്കുള്ള സ്മാരകമായി അത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുചെന്നു. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം. പശ്ചാത്താപവും പുനരുദ്ധാരണവും. ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം അനുഗ്രഹവും ശാപവും നിൻ്റെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ എവിടേക്ക് ചിതറിച്ചുവോ ആ സകല ജനതകളുടെയും ഇടയിൽ നീ ആയിരിക്കെ അവ നിൻ്റെ മനസ്സിലേക്ക് വരികയും നിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് നീ തിരിഞ്ഞ് ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്നതെല്ലാം പോലെ നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്താൽ ദൈവമായ കർത്താവ് നിൻ്റെ അടിമത്വം നീക്കി നിന്നോട്
കാരുണ്യം കാണിക്കുകയും അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിന്നിലേക്ക് തിരിഞ്ഞ് നിന്നെ ചിതറിച്ചിരുന്ന സകല ജനതകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നീ ചിതറിക്കിടക്കുന്നത് ആകാശത്തിൻ്റെ അതിർത്തിയിലാണെങ്കിലും നിന്റെ ദൈവമായ കർത്താവ് അവിടുന്ന് നിന്നെ ഒരുമിച്ച് കൂട്ടും. നിന്നെ അവിടെ നിന്നെടുത്ത് നിന്റെ പിതാക്കന്മാർ കൈവശപ്പെടുത്തിയിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവരികയും നീ അത് കൈവശപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് നിനക്ക് നന്മ വരുത്തുകയും പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ ജീവിക്കുന്നതിനു വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാൻ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും ദൈവമായ കർത്താവ് പരിച്ഛേദനം ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പിന്തുടരുന്ന ശത്രുക്കളുടെ മേലും നിന്നെ വെറുക്കുന്നവരുടെ മേലും ഈ ശാപങ്ങളെല്ലാം വർഷിക്കും. നീയാകട്ടെ പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ സ്വരം കേൾക്കുകയും ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ഓരോ കരവേല കൊണ്ടും, അതായത് നിന്റെ ഉദരഫലം, മൃഗസമ്പത്ത്, നിലത്തിൻ്റെ വിളവ് എന്നിവ കൊണ്ട് നിന്നെ ഐശ്വര്യത്തിനായി അവശേഷിപ്പിക്കും. നിന്റെ പിതാക്കന്മാരെ പ്രതി കർത്താവ് സന്തോഷിച്ചതുപോലെ തീർച്ചയായും ഐശ്വര്യത്തിനായി നിന്നെ പ്രതിയും കർത്താവ് വീണ്ടും സന്തോഷിക്കും. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതിന് നീ അവിടുത്തെ സ്വരം ശ്രവിച്ച് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി നിന്റെ ദൈവമായ കർത്താവിലേക്ക് പിന്തിരിയണമെന്ന് മാത്രം. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന നിന്നെ സംബന്ധിച്ച് അസാധാരണമോ വിദൂരസ്ഥമോ അല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് സ്വർഗത്തിലല്ല. നാം അത് കേട്ട് പ്രവർത്തിക്കേണ്ടതിന് ആര് കടലിനക്കരെ കടന്ന് അത് നമുക്കായി കൊണ്ടുവരും എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല. എന്തെന്നാൽ വചനം നിനക്ക് ഏറെ സമീപസ്ഥമാണ്. അത് പ്രാവർത്തികമാക്കേണ്ടതിന് അത് നിൻ്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക. നോക്കൂ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. അവ നിന്നോട് ഞാൻ ഇന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മാർഗങ്ങളിൽ ചരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും വേണ്ടിയാണ്. അങ്ങനെ നീ ജീവിക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ നിൻ്റെ ഹൃദയം വ്യതിചലിക്കുകയും നീ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നീ ചിതറിക്കപ്പെട്ട് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായും നശിക്കുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. നീ കൈവശമാക്കാനായി ജോർദാൻ കടന്ന് പ്രവേശിക്കുന്ന നാട്ടിൽ ആയുസ് ദീർഘിപ്പിക്കാൻ നിങ്ങളിടയാക്കും. ആകാശവും ഭൂമിയും ഇന്ന് ഞാൻ നിങ്ങൾക്കെതിരെ സാക്ഷിയാക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നീയും നിൻ്റെ സന്തതിയും ജീവിക്കേണ്ടതിന് നീ ജീവൻ തിരഞ്ഞെടുക്കണം. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തോട് ചേർന്ന് നിൽക്കാനും നിൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശബ്ദം ചെയ്ത നാട്ടിൽ നീ വസിക്കാനും വേണ്ടിയാണിത്. എന്തെന്നാൽ അവിടുന്നാണല്ലോ നിൻ്റെ ജീവനും ദീർഘായുസ്സും. സങ്കീർത്തനങ്ങൾ 116. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എൻ്റെ ദയാഭ്യർത്ഥനകളാകുന്ന സ്വരം അവിടുന്ന് ശ്രവിക്കുന്നുവല്ലോ. ഞാൻ വിളിച്ചപേക്ഷിച്ച എൻ്റെ ദിവസങ്ങളിൽ അവിടുന്ന് എൻ്റെ നേർക്ക് ചെവിചായിച്ചുവല്ലോ. മരണപാശങ്ങൾ എന്നെ വലയം ചെയ്തും പാതാളഞെരുക്കങ്ങൾ എന്നെ കണ്ടുമുട്ടിയും ഞാൻ ദുഃഖദുരിതങ്ങൾ നേരിടുമ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഓ കർത്താവേ, എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ. കർത്താവ് ദയാലുവും നീതിമാനുമാണ്. ആർദ്രത കാട്ടുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവ് സാധുക്കളുടെ കാവൽക്കാരനാണ്. ഞാൻ തകർന്നടിഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് രക്ഷയായി. എൻ്റെ ആത്മാവെ, നീ നിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങുക. എന്നാൽ കർത്താവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ ഇടർച്ചയിൽ നിന്നും അവിടുന്ന് വിടുവിച്ചിരിക്കുകയാണല്ലോ. ജീവിക്കുന്നവരുടെ ദേശങ്ങളിൽ ഞാൻ കർത്തൃസന്നിധിയിൽ നടക്കും. ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു എന്ന് പ്രസ്താവിച്ചപ്പോഴും ഞാൻ വിശ്വസ്തനായിരുന്നു. മനുഷ്യവംശം മുഴുവൻ നുണ പറയുന്നുവെന്ന് എൻ്റെ പരിഭ്രാന്തിയിൽ ഞാൻ പറഞ്ഞുപോയി. എൻ്റെ മേലുള്ള കർത്താവിൻ്റെ ഉപകാരങ്ങൾക്ക് ഞാൻ അവിടുത്തേക്ക് എന്ത് തിരികെ നൽകും? രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. തൻ്റെ ഭക്തരുടെ മരണം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അമൂല്യമാണ്. ഓ കർത്താവെ, ഞാൻ തീർച്ചയായും അങ്ങേ ദാസനാണ്.
അങ്ങേ ദാസീപുത്രനായ ദാസനാണ് ഞാൻ. അങ്ങൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അവിടുത്തെ സകല ജനത്തിനും അത് ദൃശ്യമായിരിക്കട്ടെ. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണങ്ങളിൽ ജെറുസലേമേ, നിൻ്റെ മധ്യത്തിൽ തന്നെ ഹല്ലേലൂയ.